പ്രഭാതം പുലർന്നു വരുന്നേ ഉള്ളൂ. ഉക്കാള ചന്തയിൽ കച്ചവടക്കാർ നേരത്തെ വന്ന് കച്ചവടത്തിനുള്ള സാധനങ്ങൾ ഒരുക്കി വെക്കുന്ന തിരക്കിലാണ്. ഉമർ ബിൻ ഖത്താബ് തൻ്റെ കുതിരപ്പുറത്ത് കയറിയിട്ട് ചന്തയിലേക്ക് പുറപ്പെടുകയാണ്. അവിടെ എത്തിയപ്പോൾ മുന്നിൽ കണ്ട കച്ചവടക്കാരനോട് ചെന്ന് ചോദിച്ചു, എനിക്കൊരു 500 ദിർഹം ആവശ്യമുണ്ട്. കച്ചവടക്കാരൻ പറഞ്ഞു, നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് വരിക, കച്ചവടം തുടങ്ങുന്നേ ഉള്ളൂ. ഉമർ ബിൻ ഖത്താബിന് ക്ഷമയുണ്ടായിരുന്നില്ല. തൻ്റെ വാളെടുത്തിട്ട് അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു. മരിച്ചു കിടക്കുന്ന അയാളുടെ ചെറുവിരൽ മുറിച്ചെടുത്ത് ഒരു മാലയായി കോർത്ത് തൻ്റെ കഴുത്തിലണിഞ്ഞു. തൊട്ടപ്പുറത്തെ കടക്കാരനോട് ചെന്ന് ചോദ്യം ആവർത്തിച്ചു, എനിക്കൊരു 500 ദിർഹം ആവശ്യമുണ്ട്. പേടിച്ചരണ്ട കച്ചവടക്കാരൻ തൻ്റെ മേശയിലുള്ളത് മുഴുവനും വാരിയെടുത്തിട്ട് ഉമർ ബിൻ ഖത്താബിൻ്റെ കയ്യിൽ കൊടുത്തു. അദ്ദേഹം തിരിച്ചുപോയി. കാലങ്ങൾക്കിപ്പുറം, ഒരുപാട് കാലങ്ങൾക്ക് ശേഷം മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തൻ്റെ വീട്ടിലേക്ക് കടന്നു വരുന്നൊരു ചിത്രമുണ്ട്. ആ സമയത്ത് വീടിൻ്റെ മുന്നിൽ തൻ്റെ മകൻ അബ്ദുള്ള റളിയല്ലാഹു അൻഹു തലയിൽ എണ്ണ ഇട്ടുകൊണ്ടിരിക്കുന്നതായിട്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു കാണുന്നത്. മഹാനവറുകൾ ചോദിച്ചു, നിനക്ക് എവിടെ നിന്നാണ് തലയിലിടാനുള്ള എണ്ണ കിട്ടിയത്? അബ്ദുള്ള പറഞ്ഞു, ഇന്നലെ ഈജിപ്തിൽ നിന്ന് മദീനയിലേക്ക് കുറച്ച് ഒലിവെണ്ണ എത്തിയിരുന്നു. അത് മദീനക്കാർക്ക് വീതിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നെയാണ് ഏൽപ്പിച്ചത്. ഞാനത് ആളുകൾക്ക് ഓഹരി വെച്ച് കൊടുക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഒരല്പം എണ്ണ ആയിരുന്നു. അത് ഞാൻ എൻ്റെ തലയിൽ പുരട്ടിയതാണെന്ന് അല്പം ഗൗരവത്തോടെ ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ മകനോട് പറഞ്ഞു, ഒന്നുകിൽ നീ ബൈത്തുൽ മാലിലേക്ക് ഇതിൻ്റെ വിഹിതം കൊണ്ടുപോയി കൊടുക്കുക, അല്ലെങ്കിൽ നിന്റെ തലയിലെ മുടി മുഴുവനും നീ മൊട്ടയടിച്ച് കളയുക എന്ന്. ഒരു മഹാചരിത്ര പുരുഷൻ്റെ പരിവർത്തനത്തിൻ്റെ ചെറിയൊരു ചിത്രമാണ് ഞാനിവിടെ അവതരിപ്പിച്ചത്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ഖലീഫയായി ഭരണമേറ്റെടുത്ത കാലത്ത് പതിവ് പോലെ തൻ്റെ കഴുതപ്പുറത്ത് അർദ്ധരാത്രിയിൽ തൻ്റെ അനുയായികളുടെ ക്ഷേമം അന്വേഷിച്ച് പുറത്തിറങ്ങുന്ന ഒരു ചരിത്രമുണ്ട്. മഹാനവറുകൾ ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പോൾ വിജനമായ ഒരു സ്ഥലത്ത് ഒരു ടെൻറ്റിൽ ഒരു വെളിച്ചം കാണുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ആ ടെൻറ്റിൻ്റെ അടുത്ത് ചെന്നപ്പോൾ വീടിൻ്റെ അകത്ത് നിന്ന് ചെറിയ കുട്ടികളുടെ കരച്ചിൽ കേൾക്കുന്നു. മഹാനവറുകൾ ആ വീട്ടുകാരിയോട് ചോദിച്ചു, ടെൻറ്റിലുള്ള സ്ത്രീയോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ രാത്രിയിൽ നിങ്ങളുടെ മക്കൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന്. ആ ഉമ്മ പറഞ്ഞു, ഇന്ന് എൻ്റെ മക്കൾക്ക് കഴിക്കാൻ ഭക്ഷണങ്ങളൊന്നും കിട്ടിയിട്ടില്ല, വിശന്ന് കരയുകയാണെന്ന്. ഉമർ റളിയല്ലാഹു അൻഹു ടെൻറ്റിലൊന്നിങ്ങനെ ചുറ്റും നോക്കുന്നുണ്ട്. ആ സമയത്ത് അടുപ്പ് കത്തിക്കൊണ്ടിരിക്കുന്നു, മുകളിലൊരു പാത്രമുണ്ട്. മഹാനവറുകൾ ചോദിച്ചു, ഇനി ഈ പാത്രത്തിലുള്ളത് എന്താണ്? ആ ഉമ്മ പറഞ്ഞു, ഞാൻ ഒരല്പം വെള്ളമെടുത്തിട്ട് അത് ചൂടാക്കാൻ വെച്ചതാണ്. അതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഭക്ഷണമാണെന്ന് കരുതിയിട്ട് മക്കൾ കരഞ്ഞ് കരഞ്ഞ് കാത്തിരുന്നു കൊണ്ട് ഉറങ്ങിപ്പോകും. എന്നിട്ട് വേണം എനിക്കുറങ്ങാൻ, അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. കൂടെ ആ ഉമ്മ ഒന്നുകൂടെ കൂട്ടിച്ചേർത്തു, ഖലീഫ ഉമറിന് ഞങ്ങളെ നോക്കാൻ സമയമില്ലല്ലോ എന്ന്. ഉമർ ചോദിച്ചു, ഖലീഫ ഉമർ നിങ്ങൾ പട്ടിണി കിടക്കുന്നത് എങ്ങനെ അറിയാനാണെന്ന്. ഉമ്മ ഗൗരവത്തോടെ പ്രതികരിച്ചു, ഖലീഫ ഉമർ എങ്ങനെ അറിയാതിരിക്കാനാണ്, അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമാണല്ലോ ഇതെന്ന്. മഹാനവറുകൾ ഉടനെ ഇറങ്ങി തൻ്റെ കഴുതപ്പുറത്ത് കയറിയിട്ട് ബൈത്തുൽ മാലിൽ വന്ന് ഒരല്പം ഗോതമ്പ് പൊടി എടുത്തിട്ട് ആ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരുന്നുണ്ട്. എന്നിട്ട് തൻ്റെ കൈകൊണ്ട് റൊട്ടി ഉണ്ടാക്കി ആ മക്കളുടെ വായിലേക്ക് വെച്ചു കൊടുത്തു. ആ സമയത്ത് സന്തോഷത്തോടെ ആ ഉമ്മ പറയുന്ന ഒരു വാക്കുണ്ട്, മദീനയുടെ ഖലീഫയാകാൻ അർഹൻ ഒരിക്കലും ഉമറല്ല, മറിച്ച് നിങ്ങളാണെന്ന്. അവിടെ തന്നെ പരിചയപ്പെടുത്താൻ ഉമർ നിന്നില്ല. മഹാനവറുകൾ ആ വീട്ടിൽ നിന്നിങ്ങനെ ഇറങ്ങി നടക്കുകയാണ്. ഖലീഫയുടെ ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും, ഒരിക്കൽ മദീനയുടെ മുറ്റത്തിങ്ങനെ മഹാനായ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു നിൽക്കുമ്പോൾ രാത്രിയുടെ മറവ് പറ്റിയിട്ട് ഏതോ ഒരാളിങ്ങനെ പതുങ്ങി നടക്കുന്നുണ്ട്. ആളെ തിരിച്ചറിയാതിരിക്കാൻ തലയിൽ ഒരു മുണ്ട് ഇട്ടിട്ടുണ്ട്. അബൂ ത്വൽഹക്ക് സംശയം കുടുങ്ങി. ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു നാട് ഭരിക്കുമ്പോൾ ഈ രാത്രിയെ മറയാക്കി നടക്കാൻ ആർക്കാണ് ഇത്ര ധൈര്യമുള്ളത്? അബൂ ത്വൽഹ ആ മനുഷ്യൻ്റെ പിന്നിലൂടെ ഇങ്ങനെ പിന്തുടരാൻ തുടങ്ങി. കാലച്ചകൾ പോലും സൂക്ഷിച്ചുകൊണ്ട് പതുക്കെ ഇങ്ങനെ നടന്നപ്പോൾ ഒരുപാട് സഞ്ചരിച്ച് ഒരു ചെറിയ കൂരയിലേക്ക് സമ്മതം പോലും ചോദിക്കാതെ ആ മനുഷ്യൻ അങ്ങ് കടന്നു കളഞ്ഞു. ആനായ അബൂ ത്വൽഹ ഒരു മരത്തിൻ്റെ മറ പിടിച്ചുകൊണ്ട് അവിടെ ഇങ്ങനെ ഒളിഞ്ഞു നിന്ന് വീക്ഷിക്കുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വീട്ടിൽ വിളക്ക് കത്തി. വിളക്കിൻ്റെ വെളിച്ചത്തിൽ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ആളെ തിരിയുന്നുണ്ട്, ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു.
അബൂതൽഹക്ക് ആകെ സംശയമായി. കുറച്ചു നേരമൊക്കെ അവിടെ ഇങ്ങനെ കാത്തിരുന്നു, പക്ഷെ ഇറങ്ങുന്നത് കാണുന്നില്ല. അബൂതൽഹ വീടിന് അടയാളം വെച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി നടന്നു. അങ്ങനെ സുബഹിക്ക് നിസ്കരിക്കാൻ പള്ളിയിലെത്തിയപ്പോൾ ഇമാമായിട്ട് ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ട്. അദ്ദേഹം ഉമറിനോട് ഒന്നും ചോദിക്കാൻ നിന്നില്ല. നിസ്കാരം കഴിഞ്ഞ് താൻ അടയാളം വെച്ച വീട്ടിലേക്ക് തന്നെ ആദ്യം ഇറങ്ങി നടക്കുകയാണ്. അങ്ങനെ വീട്ടിൽ ചെന്നിട്ട് ആനായ അബൂതൽഹ സലാം പറയുന്നുണ്ട്. വീട്ടിൽ നിന്ന് ഒരു പെണ്ണ് സലാം അടക്കുന്നു. അബൂതൽഹയുടെ സംശയം വർദ്ധിച്ചു. വീട്ടിലേക്ക് കയറാൻ അനുമതി ചോദിച്ചു. ആ സമയത്ത് വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോൾ വളരെ പ്രായം തോന്നിക്കുന്ന മെലിഞ്ഞൊട്ടിയ ശരീരവുമായിട്ട് കണ്ണ് കാണാതെ പൂർണ്ണമായും അന്ധത ബാധിച്ച ഒരു ഉമ്മ അവിടെ അസുഖം പിടിച്ച് കിടക്കുന്നുണ്ട്. അബൂതൽഹ അടുത്ത് ചെന്നപ്പോൾ ഉമ്മ ചോദിച്ചു, മോനെ നീ വീണ്ടും വന്നോ എന്ന്. അബൂതൽഹ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഉമ്മ, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇന്നലെ വന്ന ആള് എന്തിനാണ് വന്നത് എന്ന് ചോദിക്കാൻ വേണ്ടിയാണ്. ആ ഉമ്മ പറഞ്ഞു, അത് ഇന്നലെ മാത്രം വരുന്ന ആളല്ല, എല്ലാ ദിവസവും അർദ്ധരാത്രിയിൽ അയാൾ എൻ്റെ അടുത്ത് വരാറുണ്ട്. അയാൾ എന്നെ വൃത്തിയാക്കി തരും. എനിക്ക് ആവശ്യമായ ഭക്ഷണങ്ങൾ അയാൾ സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കിയിട്ട് അത് വായിൽ വെച്ച് മൃദുലമാക്കിയിട്ട് എൻ്റെ വായിലേക്ക് വെച്ച് തരും. അബൂതൽഹ അത്ഭുതത്തോടെ ചോദിച്ചു, ഉമ്മ, അതാരാണെന്ന് നിങ്ങൾക്കറിയാമോ? ഉമ്മ പറഞ്ഞു, മോനെ, എൻ്റെ കണ്ണിന് അന്ധത ബാധിച്ചിട്ട് ഒരുപാട് കാലമായി, അയാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അബൂതൽഹ പറഞ്ഞു, അത് ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണെന്ന്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലേക്ക് പകർത്തി വെക്കാൻ, നല്ല ഒരു മനുഷ്യനെന്ന മാതൃകയാകാൻ, ഒരു ഭരണാധികാരി എങ്ങനെയാകണമെന്ന്, ഒരു മനുഷ്യൻ സമൂഹത്തിൽ എങ്ങനെയാകണമെന്ന് തുടങ്ങുന്ന ഒരുപാട് പാഠങ്ങൾ ഖലീഫ ഉമർ എന്ന വലിയ ചരിത്ര പുരുഷനിൽ നിന്ന് നമുക്ക് പഠിച്ചെടുക്കാനുണ്ട്. അവിടുത്തെ ജീവിതം കൊണ്ട് നമ്മുടെ ജീവിതവും ധന്യമാക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആമീൻ.